ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് കാന്താരി മുട്ട. അപ്പോൾ നമുക്ക് കാന്താരി മുട്ട ഉണ്ടാക്കണ കണ്ടാലോ? ഇമ്മ അവിടെ അടുക്കളയിൽ നല്ല പരിപാടിയിലാണ്. നമുക്ക് അത് പോയി നോക്കിയാലോ? വായോ. ഇക്ക് വിശക്കുണ്ട്. ഇക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തന്നേ. നമുക്കിന്ന് കാന്താരി മുട്ട ഉണ്ടാക്കിയാലോ? അതിനുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മുട്ട ഒന്ന് കഴുകിയിട്ട് പുഴുങ്ങിയെടുക്കാം. പിന്നെ കാന്താരി മുട്ടക്കുള്ള സാധനങ്ങളാണ്. ഇമ്മാക്ക് വേണ്ടേ? നിനക്ക് എത്ര വേണം? ഇക്ക് രണ്ട്. അപ്പോൾ 4 മുട്ട എടുക്കാം. 4 മുട്ട. ഇത് ചെറിയുള്ളി. അമ്മ പറയുമ്മ. കാന്താരി മുട്ടക്ക് ആവശ്യമുള്ള സാധനങ്ങളാണിത്. എന്തൊക്കെയാണ് വേണം? ചെറിയുള്ളി, കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, ചെറുനാരങ്ങ, പുതിനയില നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെ. പിന്നെ കാന്താരി മുളക്. ഇതല്ലേ ഇത് മല്ലിയില. ഇത് നല്ല കാന്താരി മുളക്, നല്ല എരുണ്ടാവും. ഞങ്ങളെ തൊട്ട വീട്ടിലുണ്ടായതാണ്. അപ്പം ഞങ്ങൾ കാന്താരി മുട്ടക്ക് വേണ്ടി വെച്ചതാണ്. അപ്പോൾ നമുക്ക് 4 മുട്ട മതി. ഇത് ഇനി നമ്മൾ ഇതിലാണോ പുഴുങ്ങണ്? ഇത് പുഴുങ്ങിയിട്ട് കഴുകാം. നല്ല പോലെ കഴുകിയിരിക്കണം. നല്ല വേസ്റ്റൊക്കെ ഉണ്ടാവും അല്ലേ? വെള്ളം നിറച്ച് വെച്ചു. ഇനി നമ്മൾ ഗ്യാസ് ഓണാക്കിയിട്ട് അതിൽ വെച്ചു. കുറച്ച് നേരത്തേക്ക് ഇതിന് നമ്മൾ നോക്കണ്ട. ആ നേരം കൊണ്ട് നമുക്ക് ഇതൊക്കെ ചേർത്തൊരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം അല്ലേ അമ്മ? നമ്മൾ ഇതിലിട്ടിട്ട് കഴുകാൻ പോവാണ്. ഒന്നിങ്ങോട്ട് വെക്കുന്ന ഇതൊന്നും വേണ്ടല്ലോ. ഇതാണോ വേണ്ടത്? അപ്പം നമ്മളെ അവിടെ ഇരുന്നിട്ട് മുട്ട നല്ലതായി വരുന്നുണ്ട്. നമുക്കിത് കഴുകാം. നല്ല വൃത്തിക്ക് കഴുകിയെടുക്കാം. നമ്മൾ ഇതിലേക്കൊക്കെ ഇതിട്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇത് പിഴിയാണ്. ഇനി ഇത് പേസ്റ്റ് ആയിട്ട് കാണാം. നമ്മൾ കാന്താരിമുട്ടയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടോ. നമ്മളെ കാന്താരിമുട്ടയുടെ മിക്സ് ഒക്കെ ഇവിടെ റെഡി ആയില്ലേ? പിന്നെ മുട്ടൊക്കെ പുഴുങ്ങി കഴിഞ്ഞു. ഇനി ഇമ്മ നിസ്കരിക്കുകയോ അതൊക്കെ ചെയ്യാണ്. അതിൻ്റെ ഇടയിലായിട്ട് ഉമ്മനെ പോയി വിളിച്ചാൽ നമുക്ക് നല്ല ചീത്ത കേൾക്കും. എന്തിനാണ് വെറുതെ വടി കൊടുത്ത് അടി വാങ്ങുന്നത്? ബിക്കോസ് നമ്മൾ അത് ചെയ്യുന്നില്ല. ഇനി ഈ ബാറ്ററിക്ക് നമ്മൾ കുറച്ച് എണ്ണ വയ്ക്കാം. നമ്മൾ വെളിച്ചെണ്ണയാണ് കുറച്ച് ഒഴിച്ചാൽ മതി. കാരണം അമ്മ നല്ല ചീത്ത പറയും. കൂടുതലാവരുത്. ഇമ്മയും കഴിച്ചു നോക്കണല്ലേ? ഉമ്മയും കുറേ ചീത്ത അറിയും. ഇതൊക്കെ ഇതിൻ്റെ നാക്ക് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. ഉമ്മാനെ പോയി വിളിച്ചാലേ ഞാൻ വരൂലേ, എന്തിനാണ് പോയത് ഇങ്ങനെ കാട്ടുന്നത് പണ്ട് ഇവിടുന്ന് എണീറ്റ് വന്നിട്ട് എന്നോട് പറയും, എന്താണ് മാൻചൻ അവിടെ ഓതിയിരുന്നു പറയും. അതൊന്നും നമുക്ക് കേൾക്കാൻ വയ്യ. ഇപ്പം നമുക്ക് ലാസ്റ്റ് ഇതാക്കിയിട്ട് ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഞാൻ ഒരു നാക്കിൽ വെച്ചൊക്കെയാണ്. പക്ഷെ നല്ല മണമുണ്ട് ഗൈസ്. കണ്ടാ, ഈ പച്ച സാധനമാണ് നമ്മളെ ബാറ്റർ. ഇനി നമ്മൾ മുട്ട പുഴുങ്ങിയത് ഇതാക്കാനാണ് പോണത്. മുട്ട പുഴുങ്ങിയാൽ ഒന്നും പറ്റാൻ പാടില്ല. അല്ലെങ്കിൽ ഇത് പുഴുങ്ങിയിട്ട് ഇങ്ങനെ ആക്കണം. ഞാൻ ഫോണിൽ കണ്ടാണ് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ അത് സക്സസ് ആട്ടോ. ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ മുട്ട തോലിച്ച് വരും. അപ്പോൾ ഒന്നാമത് ഇതായി. നമ്മൾ ഇത് ഈ പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നു. നമുക്ക് 4 മുട്ടയാണുള്ളത്. അതിൻ്റെ 1 മുട്ട കഴിഞ്ഞു. ഇനി 3 എണ്ണം. ഈ വേസ്റ്റൊക്കെ കണ്ടിട്ട് പോട്ടെ. അത് ചെറുതായിട്ട് പൊട്ടിയോണ്ടാണെന്ന് അറിയില്ല. ഇത് ഇനി എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. പൊട്ടിയതൊക്കെ ഉമ്മാക്ക് കൊടുക്കാം. പൊട്ടാത്ത കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് എടുക്കാം. അങ്ങനെയല്ലേ അതിൻ്റെ ഒരു ഇത്? അങ്ങനെയല്ലേ. ഇത് സക്സസ് ആണ് ഗൈസ്. പൊട്ടാണ്ട് നല്ല ഇതിൽ വരുന്നുണ്ട്. അവൻ്റെ നല്ല ഇതിൽ വന്നിരുന്നു. അത് അവൻ്റെ കഴിവ്, എൻ്റെ കഴിവ് കുറവ്. ഇങ്ങനെ കഴിവൊക്കെ നല്ല കഴിവുണ്ട്. കണ്ടോ ഈ മുട്ടൊക്കെ ഞാൻ എൻ്റെ നാക്കിലെ പൊട്ടിക്കണത്. ഇതൊക്കെ പൊട്ടിക്കണം. ഇന്നൊക്കെ ക്ലാസ് ഫസ്റ്റിന് സമ്മാനമൊക്കെ കിട്ടി. ഞാനൊരു കഴിവേറി തേനി.
എന്നെ തന്നെ പൊക്കി പറയാം, കാരണം നിങ്ങൾ ആരും എന്നെ പൊക്കി പറയുന്നില്ല, ഞാൻ തന്നെ എന്നെ പൊക്കി പറയുന്നു. നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും അടിക്കണില്ല. എനിക്ക് നല്ല വിഷമമായിട്ട്. നിങ്ങൾ ഹനാൻചാൻ്റെ എല്ലാവരുടെയും വീഡിയോക്ക് ലൈക്ക് അടിക്കുന്നുണ്ട്, എൻ്റെ വീഡിയോക്ക് മാത്രം ലൈക്ക് അടിക്കുന്നില്ല. അതെന്താ നിങ്ങളങ്ങനെ? ഞാനൊരു യൂട്യൂബർ അല്ലേ ഗൈസ്, ഇതിങ്ങനെയായി. ഓ പക്ഷെ എന്തായാലും നമ്മൾ മുറിക്കണല്ലേ, അപ്പം മുറിച്ചിപ്പോൾ അങ്ങനെ ആയി. അങ്ങനെ പറയാം. ഈ വീഡിയോ കാണുമ്പോൾ അമ്മ എന്നെ തല്ലിക്കൊള്ളും, കാരണം ഇങ്ങനത്തെ ഇത് അമ്മ കൊടുക്കാം. എന്തായാലും മുറിച്ചിട്ടല്ലേ തിന്നുന്നത്, അല്ലാണ്ട് ഇത് അങ്ങനെ വായിടാൻ പറ്റില്ലേ? അല്ല കേട്ടോ, അവിടെ തന്നെ എല്ലാതും ചെയ്തു. ഞാൻ പറയും ഈ വീഡിയോ എടുക്കണ വ്യൂവേഴ്സാണ് അങ്ങനെയൊക്കെ കാട്ടിയത്. നമ്മൾ ഇത് തേക്കണം. അതിന് നമ്മൾ ഇതെന്തിനാണെന്നറിയോ? ഇതിൽ കൊയ്ക്കാനാണ് എന്നാ തോന്നണത്. വെറുതെ അമ്മ കാട്ടുന്ന പോലൊക്കെ കാട്ടിയിട്ടേ കൃതി കൊയ്ക്കാം. പച്ച ചട്നി, നമ്മളെ പച്ച ചട്നി ഇത് കണ്ടിട്ടൊക്കെ അങ്ങനെ എന്താ തോന്നുന്നത്? എരുണ്ടാവുന്ന? എരുണ്ടാവില്ല, കാരണം നമ്മൾ കുറച്ച് കാന്താരി മുളക് ഇട്ടുള്ളൂ. കാരണം നമുക്കറിയാം എരിഞ്ഞിട്ട് പാറും, പിന്നെ ബാത്റൂമിൽ ഇരിക്കേണ്ടി വരും 2-3 ദിവസം. അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അപ്പം അതിലിരിക്കട്ടെ, ഇത്ര മതി. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ വടിച്ചിടാം. ഈ ഫസ്റ്റ് ആ പൊട്ടിച്ചുക്ലി ആയതന്നെ എടുക്കാം കേട്ടോ. പൊട്ടിച്ചുക്ലി അതിൻ്റെ മുമ്പേ ഇപ്പോൾ ഇവിടെ സ്ഥലമില്ല, അതൊക്കെ ഞാൻ ഒന്ന് ഒതുക്കി വെക്കട്ടെ. നമ്മൾ മുട്ടത്തോടും എല്ലാം കൊണ്ടേ കളഞ്ഞ് ക്ലീനായി. ഇത് മുറിക്കണം. മുറിക്കലാണ് കുറച്ചത്. ഇത് നല്ല മുറിക്കാം. ഓ നമുക്ക് കിട്ടി 2 പീസായി കറക്റ്റ്. ഇതാ ഇതിൽ നമുക്ക് കുറച്ച് ഇതിടാം. ഈ പൊട്ടിയിലിടണ്ട, ഇതിലിടാം. ഒരു ഭാഗം പൊട്ടിയിട്ടുള്ളൂ, കുറച്ച് ചമ്മന്തി. ഇത് ഇമ്മാക്കായതുകൊണ്ട് നമ്മൾ കുറച്ചധികം ഇടണം. ഉമ്മാക്കാണെങ്കിൽ കുറച്ച് എരിവൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തില്ല, ഉമ്മാക്ക് കുറച്ചധികം ഇടും. കണ്ടോ ഇത്ര ഇട്ടുണ്ട്. ഇനി അടുത്തതിൽ വെക്കണോ? വെക്കാല്ലേ, കുറച്ച് പൊട്ടിയതുകൊണ്ടേ പ്ലും പ്ലും ആവണ്. ഇനി 3 എണ്ണത്തിൽ വെക്കണം, അതുകൊണ്ട് അത് വടിച്ചിടേണ്ടി വരും. ഇത്ര മതി ഇതിൽ. നാട്ടി ഇതിൽ ഇതിങ്ങനെ വെക്കണം. നമ്മളെ ഫസ്റ്റത്തെ മുട്ട സക്സസ്ഫുള്ളി അല്ലാതെ എങ്ങനെയൊക്കെ റെഡി ആയിരിക്കുന്നു. നല്ല എരിവുണ്ട്. കയ്യിൽ വെച്ച് മുറുക്കൊക്കെ പേടിയാണ്, ഇവിടെ തന്നെ വെച്ച് മുറുക്കാം. ഇമ്മമാരൊക്കെ എങ്ങനെയാണോ കയ്യിലൊക്കെ വെച്ച് മുറിക്കുന്നത്? ഇമ്മ അതിൻ്റെ അടക്ക് വന്ന് എന്താ ഇവിടെ കാട്ടണം പതിരിങ്ങളെന്ന് ചോദിക്കും. അതൊന്നും നമ്മൾ മൈൻഡാക്കാൻ പാടില്ല. നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യണം. മൈ ലൈഫ് എന്നിട്ട് ഉമ്മനോട് പറയണം മൈ ലൈഫ് മൈ റൂൾസ് ബിക്കോസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ. അപ്പം അമ്മ പറയും ആടി അന്നെ പെറ്റുണ്ടാക്കിട്ടി എന്നെ അങ്ങനെ വന്നു എന്ന്. അതിനൊന്നും ഇടവരുത്തരുത്. നമ്മൾ നല്ല കുട്ടിയായിട്ടിരിക്കണം, എൻ്റെ പോലെ ഇല്ലാത്തവർ. ഞാൻ ചീത്തൂക്കിയ ആണ് എല്ലാവരും പറയും. ഇത് ഇമ്മാക്കുള്ള 2 എണ്ണം റെഡിയായി. ഇമ്മതിൽ എരിവാണെങ്കിൽ എരിട്ടോട്ടെ, അത് നമ്മൾ ചോദിച്ചില്ല. ഉമ്മയുടെ 2 എണ്ണം റെഡി ആയിരിക്കുന്നു. കണ്ട ഉമ്മയുടെ 2 എണ്ണം റെഡിയായി. ലാസ്റ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് പൊട്ടാണ്ട് വെച്ച് ഒരു ബുദ്ധിമണ്ടി തന്നെ. ഉമ്മാക്ക് വേണമെങ്കിൽ ഉമ്മാക്ക് വേണ്ടി ഉണ്ടാക്കാനായിരുന്നു, അതിൻ്റെ കൂട്ടല്ലല്ലോ. അല്ല അതാണ് ഉണ്ടിട്ട് ചമ്മന്തി ഉണ്ടിഞ്ഞു. നമുക്ക് കുറച്ച് എരിവ് കൂടാം, കാരണം നമ്മൾ വലിയ ആളല്ലേ. കുറച്ച് എരിവ് കൂട്ടിയിട്ട് എരിഞ്ഞ് പണ്ടാര ഇറങ്ങുകൊണ്ട് കറിയില്ല കേട്ടോ. ഉമ്മാനെക്കാട്ട് കൂടുതൽ കട്ടക്കണ് ഞാൻ ചമ്മന്തി. ഹായ് അങ്ങനെ അതും റെഡി. ഈ ഭാഗത്തുള്ളവർക്ക് ലെഫ്റ്റ് ഇക്ക്,
റൈറ്റ് ഇമ്മാക്ക് ഓർമ്മ വെച്ചു. നീ ഈ മുറ്റത്ത് എടുക്കണം. അല്ല തുളിക്കല്ല കേട്ടാ, പൊളിക്കണം. പൊളിക്കുവല്ല, ഇങ്ങനെ മുറിക്കണം. കണ്ണൊക്കെ എരിയണോണ്ടാരോ ഈ മസാല എടുത്ത് കണ്ണീ തേച്ചാല് നല്ല രസം. ഞാൻ അങ്ങനൊക്കെ പറയട്ടോ, അല്ല അങ്ങനെ ഇതാക്കാനൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് വലുത് ഇത് ചെറുതുമായി. ഇപ്പൊ ഇത് ഉമ്മാക്ക് കൊടുക്കണം. അവള് പണ്ട് ഞാൻ തന്നെ തിന്നോളൂ. പൊട്ടിയിടും എടുക്കട്ടെ. കുറച്ച് വലിപ്പം കുറഞ്ഞ നേരമേ ഉള്ളൂ, അതിനിപ്പം ഉണ്ടാവും. പൊട്ടിയിടും മരുന്നാൽ മതി. അങ്ങനെ തന്നെ അവിടെ വെക്കുക. ഇനി സൈഡിൽ നമുക്ക് ഇത് വയ്ക്കാം കേട്ടോ. ഉമ്മ വരുന്നുണ്ട് തോന്നുന്നു. വാതിൽ തുറക്കണതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇത് എന്താണ് ഒരു ഇതില്ലാണ്ട്? ആൾക്കാരുടെ ഒക്കെ നല്ല രസത്തിൽ വരുന്നുണ്ടല്ലോ. എൻ്റെ മാത്രം എന്തങ്ങനെ? ഈ ചമ്മന്തി ഇല്ലേ ബാക്കിയുള്ളത്, അത് നമുക്ക് ഈ സൈഡിൽ വയ്ക്കാം. ഉമ്മ വരുമ്പോൾ ഈ അലങ്കോലായ അടുക്കള കണ്ടിട്ട് തന്നെ അടിച്ചോടിയിട്ടു. ഇനി ലാസ്റ്റ് ഞാൻ കയ്യൊക്കെ കഴുകിയിട്ട് കാണിച്ചിടാൻ ലാസ്റ്റ് ഇത്ര ഇത് കിട്ടി. ഇത് ഉമ്മാക്ക് ഇതൊക്കെ നമുക്ക് ഉമ്മാൻ്റെ അടുത്ത് പോയോക്കാം. അപ്പൊ നമ്മൾ സേഫ്റ്റിക്ക് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം അങ്ങനത്തെ കാന്താരി മുട്ടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ടേസ്റ്റ് ചെയ്തോക്കാം. ഞാൻ പ്രതീക്ഷിച്ച അത്ര എരിവില്ല, എന്നാലും സൂപ്പർ. നല്ല വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ. ബൈ.